നോക്കി വോട്ട് ചെയ്യുന്നത് ആളിൻ്റെ രൂപവും ഭാവവും നോക്കിയിട്ടല്ല. ഈ കൗൺസിലർ ഇവിടെ ഉണ്ടായിരുന്നോ, ഈ പഞ്ചായത്ത് മെമ്പർ ഇവിടെ ഉണ്ടായിരുന്നോ, അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്താണ്. നാളെ നമുക്കൊരു ആവശ്യം വന്നാൽ, വീട്ടിലെ ആവശ്യമാവണമെന്നില്ല, നാടിന് ആവശ്യം വന്നാൽ ഇയാൾ ഉണ്ടാകുമോ, ഇയാൾ എന്ത് ചെയ്തു, എന്ത് ചെയ്യും, ഇതിലേക്ക് നീങ്ങുന്ന ലക്ഷണം കാണുന്നുണ്ടോ ഇനിയെങ്കിലും? അൺഫോർച്ചുനേറ്റ്ലി വളരെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ ശ്രീ പ്രദീപ്, അങ്ങനെ ഒരു ട്രെൻഡ് അല്ല കാണുന്നത്. വൈകാരികമായ വിഷയങ്ങൾ ആളിക്കത്തിച്ചുകൊണ്ട് ഒരുപക്ഷെ അർദ്ധ ഇഷ്യൂസോ നോൺ ഇഷ്യൂസോ ദേ ആർ ഓൾ ഗെറ്റിംഗ് ബ്ലോൺ ഔട്ട് ഓഫ് പ്രപ്പോർഷൻ. ആ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്നത്. യഥാർത്ഥത്തിൽ 73-74 ഭരണഘടനാ ഭേദഗതി കൊണ്ട് ഉദ്ദേശിച്ചത് അധികാരം താഴെത്തട്ടിലെ ജനങ്ങളിലേക്ക് എത്തണം. ഡീസെൻട്രലൈസ്ഡ് ഡെമോക്രസി, വികേന്ദ്രീകൃത ജനാധിപത്യത്തിൻ്റെ ആഘോഷമായിരിക്കണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. ആ വികേന്ദ്രീകരണ ജനാധിപത്യത്തിൽ തദ്ദേശീയമായ ഫാക്ടേഴ്സ്, അവിടുത്തെ വികസന ചിന്തകൾ കാണും, സ്വപ്നങ്ങൾ കാണും, ആഗ്രഹങ്ങൾ കാണും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് താഴെത്തട്ടിൽ ചർച്ച ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഒരു തരം കേന്ദ്രീകൃതമായ ചർച്ചയാണ്. ഹൈലി പൊളിറ്റിക്കലി ചാർജ്ഡ് സെൻസേഷണൽ വിഷയങ്ങൾ മാത്രം എടുത്തുകൊണ്ട് 3 വിഷയങ്ങൾക്കാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ഒരു ട്രാക്ഷൻ കിട്ടിയത്. അത് മാധ്യമങ്ങളിലാകട്ടെ, തെരഞ്ഞെടുപ്പ് പ്രചരണം രാഷ്ട്രീയ കക്ഷികളുടെ കോർണർ മീറ്റിങ്ങുകളിലാകട്ടെ, പൊതുസമ്മേളനങ്ങളിലാകട്ടെ, ഈ 3 വിഷയങ്ങളാണ് പാൻ കേരള അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്തത്. അത് 3ഉം തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ നെഗറ്റിവിസ്റ്റ് ഇഷ്യൂസാണ്. അതൊന്ന് ശബരിമല സ്വർണ്ണപ്പാളി വിവാദം തന്നെയാണ്. അവിടെ ഒരു സ്ട്രക്ചറൽ വയലൻസിൻ്റെ ഒരു ഘടന അവിടെയുണ്ട്. അതൊരു ഘടനയുടെ ഭാഗത്ത് നിൽക്കുന്ന ദേവസ്വം ബോർഡ് അധികാരഘടനയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിൽ പുഴുക്കുത്തുകൾ വരുന്നു. അത് മായ്ച്ചു കളയാനായി ബോധപൂർവം ഗവൺമെൻറ് ശ്രമിക്കുന്നു, ചിലരെയെങ്കിലും സംരക്ഷിക്കുന്നു. അത് ആഴത്തിൽ വേരോട്ടമുള്ളൊരു പ്രവണതയായി മാറുന്നു. അപ്പോൾ അതിനെ ഒരു സ്പെസിഫിക് ഇഷ്യൂവിനെ ജനറലൈസ് ചെയ്യുന്നു. അത് അൺഫോർച്ചുനേറ്റ് ആണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രഭാവം ചെലുത്തേണ്ടതല്ല, പക്ഷേ അത് ജനങ്ങളെ ബാധിച്ചിരിക്കുന്നു. വിശ്വാസ സമൂഹത്തെ മാത്രമല്ല, സാധാരണ ആളുകളെ. അത് വലിയ ഒരു ഗവൺമെൻറ്റിനെ മുൾമുനയിൽ നിർത്താൻ പര്യാപ്തമായ വിഷയമായിരുന്നു. അതാണ് ഞാൻ നെഗറ്റിവിസ്റ്റ് എന്ന് പറയുന്നത്. അത് ചർച്ച ചെയ്യരുതെന്നല്ല പറയുന്നത്, അത് തദ്ദേശമല്ല. 2, രാഹുൽ മാങ്കൂട്ടത്തിൽ തികച്ചും വ്യക്തിപരമായ ഒരു വിഷയം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. അതിന് ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ കൊടുത്തുകൊണ്ട് അതാണ് ഇടതുപക്ഷം വലിയ പ്രചരണ ആയുധമായി കൊണ്ടുവന്നത്. യഥാർത്ഥത്തിൽ ക്ഷേമ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചിട്ട് അത് പുറപ്പുറത്ത് നിന്ന് കൂവാനുള്ള അവസരം നഷ്ടപ്പെടുത്തിയിട്ട് കൂടുതൽ സമയം ചെലവഴിച്ചത് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കായി. അതുപോലെ 3ാമത്തേത് ഒരു ടോട്ടൽ നോൺ ഇഷ്യൂ ആണ്. തദ്ദേശവുമായി ഒരു ബന്ധവുമില്ലാത്ത ദിലീപിനെ വെറുതെ വിടുന്നു കോടതി. അവസാന നിമിഷം കേട്ട വാർത്തയാണ്. അതിനെക്കുറിച്ച് ചില നേതാക്കൾ നടത്തിയ പരാമർശം തലനാരിഴകീറി പരിശോധിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അതുകൊണ്ടാണ് ആ മോഡിലാണ് ഇവിടെ നോക്കുന്നത്. നോക്കൂ, കാതലായ വിഷയം ഇവിടെ വന്ന ചില വിഷയം ഈ ബാന്ധവത്തെക്കുറിച്ച്, ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് സംസാരിച്ചു, SDPI-യെക്കുറിച്ച്, വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റായ വെൽഫെയർ പാർട്ടിയെക്കുറിച്ച്, അതേക്കുറിച്ച് കൂടി ഒരു അഭിപ്രായം പറയുക എന്നത് ന്യായമായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു, ഈ ചർച്ച ആ രീതിയിൽ കൂടെ വന്നതുകൊണ്ട്. നോക്കൂ, ഈ നമ്മുടെ ഒരു സംവിധാനത്തിൽ ഭരണഘടന അനുശാസിക്കുന്ന ഒരു നിയമവാഴ്ചയുള്ള ഇടത്ത് ഇലക്ഷൻ കമ്മീഷൻ്റെ അംഗീകാരം ലഭിച്ച രാഷ്ട്രീയ കക്ഷികൾക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള നിയമപരമായ അവകാശവും പരിരക്ഷയും ഉണ്ടാവണം. അപ്പോൾ ചില കക്ഷികളുടെയൊക്കെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് ന്യായമായ സംശയങ്ങളുണ്ടാകാം. അവരുടെ ദേശീയ ബോധത്തെക്കുറിച്ചും ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ അവരുടെ മാതൃസംഘടന ഇടപെടുന്നതിനെക്കുറിച്ചും ന്യായമായ സംശയങ്ങളുണ്ട് തീർച്ചയായും. പക്ഷേ അവിടെ തങ്ങൾക്ക് ബന്ധമാകാം, രഹസ്യമായ ബാന്ധവമാകാം, തങ്ങൾക്ക് സംബന്ധമാകാം, അതാരും അറിയരുത്, പക്ഷേ നിങ്ങൾക്ക് ആ ബന്ധം ആകാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു കക്ഷി മറ്റൊരു കക്ഷിയെ വിമർശിച്ചാൽ അത് രാഷ്ട്രീയ സദാചാരമല്ല. പറഞ്ഞു വരുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി കാര്യമായ ബന്ധമുണ്ടായിരുന്നതാണ് പരമ്പരാഗതമായി ചരിത്രപരമായി ജമാഅത്തെ ഇസ്ലാമിക്ക്. ഇപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ബാങ്ക് അല്ലെങ്കിൽ അവരുടെ പിന്തുണക്കാർ കൂടുതലും UDF പക്ഷത്തേക്ക് ചാഞ്ഞു നിൽക്കുന്നു വെൽഫെയർ പാർട്ടിയിലൂടെ. അത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് UDF മറച്ചു വെക്കേണ്ടതില്ല, LDF അതേക്കുറിച്ച് UDF-നെ കാര്യമായി വിമർശിക്കേണ്ടതില്ല. ഒരുപക്ഷെ BJPക്ക് അത് വിമർശനങ്ങൾ ഉന്നയിക്കാൻ കഴിയും. ഇതിൻ്റെ ഇരട്ടത്താപ്പിനെക്കുറിച്ച്, അതിൻ്റെ ഈ ഒരുതരം യാതൊരു രീതിയിൽ അംഗീകരിക്കാനാവാത്തൊരു പ്രവണത എന്ന നിലയിൽ ആ സദാചാരത്തെക്കുറിച്ച് വേണമെങ്കിൽ വിമർശനം ഉന്നയിക്കാൻ കഴിയും. അങ്ങനെയുള്ള വിഷയങ്ങൾ അത് തിരഞ്ഞെടുപ്പിൽ എത്രത്തോളം പ്രഭാവം ചെലുത്തി എന്നതാണ് എങ്കിൽ അഡ്വക്കേറ്റ് രാംകുമാർ സാർ പറഞ്ഞ, എത്രയും ബഹുമാനത്തോടു കൂടി പറയട്ടെ, അഡ്വക്കേറ്റ് രാംകുമാർ സാർ പറഞ്ഞ ആ ഒരു എക്സ്റ്റൻഡിൽ മുസ്ലിം സമുദായം വലിയ രീതിയിൽ ഈ UDF സംവിധാനത്തിലേക്ക് വേരോട്ടം നടത്തിയിട്ടുള്ളതായി കാണുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയിലൂടെ അവർക്ക് മുസ്ലിം ലീഗുണ്ട്,
അതൊരു ജനാധിപത്യ പാർട്ടിയാണ്, അവർ മതേതരമെന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയിലൂടെ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു രീതിയിലുള്ള വോട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഈ യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കുള്ള സ്ട്രെങ്തിനേക്കാൾ കൂടുതൽ സ്ട്രെങ്ത് ജമാഅത്തെ ഇസ്ലാമിക്കും വെൽഫെയർ പാർട്ടിക്കും ഉണ്ട് എന്ന് സമൂഹത്തോട് വിളിച്ചു പറയുന്നതിന് തുല്യമായിരിക്കും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഫലമാകില്ല, അതുകൊണ്ടുണ്ടാകുന്നത് എന്ന വിനീതമായ അഭിപ്രായം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അതുകൊണ്ടാണ് പറയുന്നത്, ഈ വർഗീയ കക്ഷികളുമായി അല്ലെങ്കിൽ ജാതിയോ വർഗീയവുമായി സംഘടിക്കുന്ന കക്ഷികളുമായി പരമാവധി അകലം പാലിക്കാൻ രാഷ്ട്രീയ കക്ഷികൾ സൂക്ഷിക്കുക.